ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് സൺഡേയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബെഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ സൺഡേ നമുക്ക് എപ്പോഴും ബ്രെഡും ജാമും ബട്ടറൊക്കെയാണ് ഫുഡ്. അതിനുശേഷം ഞാനിവിടെ ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. നമുക്ക് ഇൻറ്റേർണൽ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ പഠിക്കാനിരുന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇൻറ്റേർണൽ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായി നോട്ട് കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. നമുക്ക് ലിറിക്സ് ഉള്ള പാട്ട് കൂടാതെ തന്നെ ആ പാട്ടിൻ്റെ ഒക്കെ തന്നെ പിയാനോ വേർഷനായിട്ടുള്ള ഒരു സൗണ്ട് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ, ലിറിക്സ് ഉണ്ടാവില്ല. ലിറിക്സ് ഉള്ള പാട്ട് കേൾക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പാട്ട് കേട്ടിരിക്കും, പഠിക്കൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വർക്കിംഗ് ആണ് കേട്ടോ, എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ നോട്ടൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിറിക്സ് ഉള്ള പാട്ടും കേൾക്കാം. പക്ഷേ എൻ്റെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് പോകുന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ലിറിക്സ് ഇല്ലാത്ത മ്യൂസിക് മാത്രമുള്ള പാട്ട് കേൾക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് ടൈമിൽ ഞാൻ വായിച്ചത് ഈ ഒരു ബുക്കാണ്. ഈ ഒരു ഡിറ്റക്റ്റീവ് നോവലാണ്, ദ ഹോണ്ട് ഓഫ് ബാസ്കർവില്ലസ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ത്രില്ലിങ് സ്റ്റോറിയാണ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബുക്ക് പകുതി വായിച്ചിട്ട് കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ അന്നും അതുപോലെ സംഭവിച്ചു. ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എഴുന്നേറ്റു, മെസ്സിൽ പോയിട്ട് ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാങ്കറും പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള ബൂസ്റ്റും പിന്നെ ഒരു കുഞ്ഞു മാലയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ റൂം ക്ലീൻ ആക്കുന്ന ദിവസമാണത്. അപ്പോൾ ഞാൻ എൻ്റെ അലമാരയെല്ലാം വൃത്തിയാക്കി, തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ മടക്കിയത് അലമാരയുടെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. അലമാരൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ടു ഡു ലിസ്റ്റിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാമിൻ്റെ ഭാഗമായിട്ട് കുറേ അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇൻറ്റേർണൽ മാർക്കിനുള്ളതായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഇരുന്ന് എഴുതി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറേയൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഇതിന് ബോർഡർ വരയ്ക്കുക എന്നുള്ളതാണ്. ഉള്ളിലുള്ള കാര്യമൊക്കെ എങ്ങനെയോ ഞാൻ എഴുതും, പക്ഷേ അതിന് പുറത്തുള്ള ഔട്ട്ലൈൻ, ബോർഡർ ഇതെല്ലാം വരയ്ക്കാൻ എനിക്ക് എന്തോ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അസൈൻമെൻ്റ് എല്ലാം ഏറെക്കുറെ അവിടെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിതാ ഈ ഇരുട്ടത്ത് നടന്നു പോകുന്നത് വേറെ ഒന്നിനല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മെസ്സിലേക്ക് പോകുന്ന പോക്കാണ്. അപ്പോൾ ഇതാ ചപ്പാത്തി മുട്ടക്കറിയും കൂടി കഴിച്ചു. പിന്നെ വന്നതിന് ശേഷം നമ്മൾ അസൈൻമെൻറ്റിൻ്റെ എടുത്ത സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാ ഈ ബോക്സിൽ വയ്ക്കുകയാണ്. എൻ്റെ ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ചോട്ടാ ഭീമാണ്. പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് കാർട്ടൂണായിരുന്നു ചോട്ടാ ഭീം. അപ്പോൾ ഈ ബോക്സ് എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ കാലത്തേക്ക് പോകും. ആ ചോട്ടാ ഭീം കണ്ടിരുന്ന കാലം എത്ര നന്നായിരുന്നു. പഠിക്കൊന്നും വേണ്ട, കാർട്ടൂൺ കണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചു കഴിഞ്ഞു. ഇത് പുതിയ ബുക്കാണ്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ. ഒരു പ്രാവശ്യം വായിച്ചതാണ്, എന്നാലും ഇന്നും കൂടി ഒന്ന് വായിക്കുന്നു. പിന്നെ ഞാൻ ഡയറി എഴുതുകയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹാബിറ്റാണ് കേട്ടോ, ഡയറി എഴുതുന്നത്. കുറച്ചേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ പഠിക്കാനിരുന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റേർണൽ എക്സാംസാണ്, എന്തെങ്കിലുമൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ അപ്പോൾ എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബി എഡ് എക്കണോമിക്സ് ആണ്. അപ്പോൾ BA സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ എക്കണോമിക്സ് ആണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. ഒപ്പം നമുക്ക് എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി, പൊളിറ്റിക്സ് അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട്. കുറച്ച് നേരം പഠിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ട് അധികം നേരം ഒന്നും ഇരുന്നിട്ടില്ല. സമയം ഇപ്പോൾ 7:12 ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റു. ഇതെനിക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വെറുതെ മടി പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തു, പിന്നെ വെള്ളം കുടിച്ചു, പിന്നെ അതുപോലെ തന്നെ പുതപ്പൊക്കെ മടക്കി വെച്ചു. അങ്ങനെ നമ്മൾ അപ്പോഴാണ് എനിക്കൊന്നൊരു ഉണർവ് വരുള്ളൂ. അതിനുശേഷം നമ്മൾ പഠിക്കാനിരിക്കുകയാണ്.
അപ്പോൾ ഇത് ഇന്നലെ എഴുതിയ നോട്ടാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ രാത്രി പഠിച്ചൊന്ന് റിവൈസ് ചെയ്യുകയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ എക്സാം ആയതുകൊണ്ട് പുതിയൊരു ടോപ്പിക്കും കൂടി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ രാവിലത്തെ ടൈം എന്ന് പറയുന്നത് ഒരു മാജിക് ടൈമാണ്. ആ ടൈം പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ സമയം നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ആ സമയത്ത് ഭയങ്കര സൈലൻസ് ആയിരിക്കും, ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് പുതിയ കാര്യങ്ങൾ എന്ത് പഠിച്ചാലും അത് നമ്മളെ മനസ്സിൽ പതിയുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കാതെ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെസ്സിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാലയും പിന്നെ ചായയും. ഈ കപ്പ് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജനല തുറക്കുകയാണ്. നല്ലൊരു ഫ്രഷ് എയറാണ് കേട്ടോ. എനിക്ക് ജനല തുറക്കാതെ റൂമിലിരിക്കാൻ ഇഷ്ടമല്ല. എല്ലാ ദിവസവും ഞാൻ ഈ ഒരു സമയം ഫുഡ് കഴിച്ചതിന് ശേഷം ജനല തുറന്നിടാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റെല്ലാം വന്നിട്ട് റൂമിൽ നല്ലൊരു വെളിച്ചമൊക്കെ വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആകാശം. ഇവിടുത്തെ ആകാശം നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് റെഡിയായി യൂണിവേഴ്സിറ്റിയിൽ പോകും. അങ്ങനെ ഇപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നടക്കുകയാണ്. ഞാൻ ഹോസ്റ്റലിലേക്കല്ല നടക്കുന്നത്, നേരെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒന്നാമത് എൻ്റെ എനിക്കൊരു പ്രിൻറ്റ് വാങ്ങിക്കാനുണ്ട്, അതാണ് മെയിൻ കാര്യം. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രിൻ്റെല്ലാം വാങ്ങിയിട്ട് നമ്മളൊരു ബേക്കറി കയറിയിട്ട് ഒരു ഷവർമയും ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് കഴിക്കും. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് മറന്നുപോയതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ നമ്മൾ വീണ്ടും നടക്കുകയാണ്, വീണ്ടും ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി. ഈ കാണിക്കുന്ന കുപ്പിയിൽ ഹോർലിക്സാന്ന് വിചാരിച്ചവർക്ക് തെറ്റി. അതെൻ്റെ സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടി ഞാൻ ആ കുപ്പിയിലാണ് ഇട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ട് നമ്മൾ തന്നെ അലക്കണം, മടക്കണം, ഒതുക്കണം. അതിന് ആരെയും സഹായിക്കാനൊന്നുമില്ല. സോ നമ്മളെ തുണികൾ നമ്മൾ തന്നെ അലക്കി ഉണക്കി മടക്കി ഒക്കെ വെക്കും. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അലക്കിയിടും. അതാകുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. അപ്പോൾ എനിക്ക് എളുപ്പമായിരിക്കും. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ സമയത്ത് ഇത് അലക്കാനോ ഉണക്കാനോ ഒന്നും നിൽക്കണ്ട. രാവിലെ അലക്കിയിട്ട് കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോൾ അതൊക്കെ അലക്കി കഴിഞ്ഞത് ഞാൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി നമ്മൾ വന്നിട്ടുണ്ട്. വീണ്ടും പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം നമ്മൾ 2 ലിറ്റർ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്, നമ്മുടെ കോൺസെൻട്രേഷനും അതുപോലെ ഓവറോൾ നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ആ ഒരു ശീലം ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ പുതിയ ശീലങ്ങൾ ഇതുപോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ഇന്ന് ഞാൻ ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഷവർമ കഴിച്ചിട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നും ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സാണോ കഴിക്കാറുണ്ട്? അല്ല കേട്ടോ, ഇടയ്ക്ക് മാത്രമേ ഇങ്ങനത്തെ കഴിക്കാറുള്ളൂ. ആ സമയം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ വിശപ്പൊന്നും വരാറില്ല. 4 മണിക്ക് അങ്ങനെ തീരെ കഴിക്കാറില്ല. 4 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വിശപ്പില്ല. പിന്നെ ഞാൻ ആ സമയത്ത് ഇരുന്ന് പഠിച്ചു. പിന്നെ ബ്രഷ് ചെയ്യുക, ബുക്ക് വായിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ റിപ്പീറ്റാണ് എൻ്റെ ഡേ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.